ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയും എനിക്കയും കൂടി സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് വരികയാണേ. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യത്തിലാട്ടോ അശ്വിൻ. ഇവൻ നമ്മുടെ ഫാമിലിയെ ജയിപ്പിക്കുന്നതിന് പകരം ഇവളെ മോട്ടിവേറ്റ് ചെയ്യാണോ എന്ന് പറഞ്ഞിട്ട് എനിക്കയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഇവൻ സ്വന്തം ഫാമിലിയെ ജയിപ്പിക്കുന്നതിന് പകരം ഇവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് എനിക്കയുടെ അടുത്ത് പോയിട്ട്, എനിക്ക് ബ്രോ, താൻ എന്താ ഇവിടെ ചെയ്യുന്നത്? തൻ്റെ പേര് അനൗൺസ് ചെയ്തത് കേട്ടില്ലേ? ആ കേട്ടു ബ്രോ. എന്നിട്ട് ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടു ബ്രോ. താൻ എന്ത് കണ്ടെന്നാ? അത് പിന്നെ നെക്സ്റ്റ് പെർഫോമൻസ് എൻ്റേതാണെന്ന് ഞാൻ കണ്ടു. എന്നാൽ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് താനെന്താ പോവാത്തത്? അത് പിന്നെ ശ്രുതിക്കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. തന്നോട് ചെല്ലാനാ പറഞ്ഞത്. ശ്രുതിക്കുട്ടി എൻ്റെ പെർഫോമൻസ് കാണാൻ വരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് മാറ്റട്ടെ ബ്രോ, അശ്വിൻ ബ്രോ കം എന്ന് പറഞ്ഞിട്ട് പോവാണേ. അതിനുശേഷം നന്നായിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ ശ്രുതിയെ. എന്നിട്ട് അങ്ങ് പോവാട്ടോ. തുടർന്ന് രാധയോട് പ്രമീള ചോദിക്കുന്നുണ്ട്, രാധേ നിനക്കിതെന്താ പറ്റിയേ? അതൊന്നുമില്ല പ്രമീള എടുത്തി, അത് ഈ സ്റ്റേജിലൊക്കെ കുത്തി മറിഞ്ഞതിൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പ്രീതി കൊണ്ടുപോയി കൊടുക്കണേ. ഓക്കെ ആയോ അമ്മായി? എങ്കിലും തലയ്ക്കൊരു കനം പോലെ തന്നെ എന്ന് പറയണേ. പിന്നീട് മനോരമയുടെ അടുത്തേക്ക് രണ്ട് സ്ത്രീകൾ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ഡാൻസ് നന്നായിരുന്നു, ശ്രുതിയുടെ അമ്മയേക്കാൾ അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവർക്ക് വല്ല ഡാൻസും അറിയോ? ഉള്ള സമയം കൊണ്ട് 2-3 സ്റ്റെപ്പ് ഞാനല്ലേ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് തന്നെ അവർ സ്റ്റേജിൽ വന്ന് തെറ്റിച്ചു. മനോരമ ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഓ, എനിക്കങ്ങനെ പോയി പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ലെന്നേ. ഫുള്ള് സ്റ്റഡീസിലായിരുന്നു കോൺസെൻട്രേഷൻ. സ്റ്റഡീസ് വിട്ട് വേറെ വല്ല ആക്ടിവിറ്റിക്കും പോയെന്നറിഞ്ഞാൽ അപ്പം തുടങ്ങിയില്ലേ ഡാഡിയും മമ്മിയും വഴക്ക്. പിന്നെ ഡാഡിയുടെ കണ്ണ് വെട്ടിച്ച കുറച്ചെങ്കിലും ഡാൻസ് ഫോളോ ചെയ്തത്. എന്നിട്ട് തന്നെ 2 തവണ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ കലാത്തിലേക്ക് എന്നിങ്ങനെ തള്ളി മറിക്കുകയാണ് കേട്ടോ മനോരമ. എന്തായാലും ശരി, ഇനി ഇവിടുത്തെ മുത്തശ്ശിയോട് പറയണം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രോഗ്രാമിലും മനോരമ ചേച്ചിയെ ഡാൻസ് കളിപ്പിക്കണമെന്ന്. അയ്യോ, അവർക്കിതൊന്നും ഇഷ്ടമല്ല ആ ഓൾഡ് ലേഡിക്ക്. അവർക്ക് ഓൺലി റീഡിങ് രാമായണം. ആ പ്രായത്തിൽ അവർക്കത് മതിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കണ സമയത്ത് ചുമച്ച് പോവാട്ടോ. നിങ്ങൾ സംസാരിക്കും, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ചുമക്കുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രീതി വന്നിട്ട്, ആൻറ്റി വെള്ളം വല്ലതും വേണോ എന്ന് ചോദിക്കുകയാണേ. നീ ഇപ്പോഴേ എന്നെ വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങിയോ? ഐ ഡോണ്ട് ഡ്രിങ്ക് ഫ്രം യു. ആൻറ്റിയുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, എന്ത് രസമാണ് കാണാൻ. ഓ താങ്ക്സ്. അല്ലെങ്കിലും നിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക്. നിൻ്റെ അനിയത്തിക്ക് ഒരു വിചാരമുണ്ട്, എൻ്റെ മദർ ഇൻ ലോയുടെ കയ്യിൽ നിന്ന് നടരാജ വിഗ്രഹം വാങ്ങി നിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാമെന്ന്. അതെ, എൻ്റെ ത്രോട്ടിൽ ഹാർട്ട് ബീറ്റ് ഉള്ളിടത്തോളം കാലം ഐ ആം നോട്ട് അലൗ ദാറ്റ് എന്നൊക്കെ പറയണേ. എന്നിട്ട് മനോരമ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചിന്തിക്കാട്ടോ. നോക്കൂ ശ്രുതികുമാരി ലക്ഷ്മി, ഈ മത്സരവും ഞാൻ തന്നെ ജയിക്കും, നീ ഇതിലും തോൽവി സമ്മതിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ. അതിൻ്റെ ഇടയിലൂടെ ശ്യാമാണെങ്കിൽ ആ തേളിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തിരയുന്നതിനിടയിൽ അശ്വിൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ശ്യാമൊന്നും മിണ്ടാതെ വേഗം അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ എനിക്ക് ബ്രോയുടെ ഡാൻസാണ് കേട്ടോ സ്റ്റേജിൽ അരങ്ങേറുന്നത്. പാടാം വനമാലി എന്ന ഡാൻസാണ്. അടിപൊളിയായിട്ടോ ഡാൻസ് കളിക്കുന്നത്. എനിക്ക് ബ്രോയുടെ ഡാൻസും കൂടി കണ്ടപ്പോൾ നമ്മുടെ ശ്രുതി ആകെ വല്ലാണ്ടാവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ അശ്വിൻ ഉണ്ടെന്ന കാര്യം. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അറിയോ ഓക്കെ? ആ, ഞാൻ ഓക്കെയാണ്. എന്നിട്ട് നിൻ്റെ കണ്ണിലൊരു പേടി ഞാൻ കാണുന്നുണ്ടല്ലോ. എൻ്റെ കണ്ണിലെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. എനിക്കങ്ങനെ ആരെയും പേടിയില്ല എന്ന് പറയണേ. എൻ്റെ കണ്ണിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുമായി ഏറ്റെടുത്ത വെല്ലുവിളിയുടെ ദൃഢനിശ്ചയം നിങ്ങൾ കാണുന്നു എന്ന് പറയാട്ടോ ശ്രുതി. ഞാൻ പേടിക്കുന്നുണ്ടെന്ന് നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങ് പോവാട്ടോ. അശ്വിൻ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണേ, എൻ്റെ കുട്ടി കൃഷ്ണ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് വേണേ എന്ന്. പിന്നീട് നമ്മുടെ അഞ്ജലി അനൗൺസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ബ്രോയുടെ ഡാൻസ് കൂടി കഴിഞ്ഞപ്പോൾ വരൻ്റെ വീട്ടുകാരുടെ സ്കോർ എത്രയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് വരൻ്റെ വീട്ടുകാർക്ക് മൊത്തം 23 പോയിൻറ്റ്സ്, വധുവിൻ്റെ വീട്ടുകാർക്ക് 4 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും ടെൻഷൻ അടിക്കാട്ടോ നമ്മുടെ ശ്രുതി. പിന്നീട് അഞ്ജലി അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് വധുവിൻ്റെ വീട്ടുകാരുടെ പെർഫോമൻസ് ആണ്. വധുവിൻ്റെ അനിയത്തി ശ്രുതികുമാരി ലക്ഷ്മിയുടെ ഒരു ഡാൻസാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് പറയണേ. മാർക്ക് സ്കോർ അറിഞ്ഞപ്പോൾ അശ്വിൻ ചിരിക്കുകയാണേ. എന്നിട്ട് വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട്, ഇതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ മത്സരത്തിലും നിനക്ക് എൻ്റെ മുൻപിൽ തോൽക്കേണ്ടി വരും. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, പണത്തിന് മുൻപിൽ എന്തും വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന്.
ആ വിജയവും ഞാൻ അങ്ങനെ സ്വന്തമാക്കും. എനിക്കിനി ഒരു തരത്തിലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മി. മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോവാണേ. എന്താ ശ്രുതി, അടുത്തത് നിന്റെ ഡാൻസാ എന്ന് പറയുമ്പോൾ ശ്രുതി പോയി ഒരുങ്ങി വരികയാണ് കേട്ടോ. എൻ്റെ മനസ്സിലൊരു നാണം എന്ന സോങ്ങാണേ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എൻ കെയുമായിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. അതും ഒരു അടിപൊളി ഡാൻസാണ് കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോൾ അഞ്ജലി അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ഡാൻസിന് എത്ര സ്കോർ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 10-ൽ 10 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വരന്റെ ടീമുകാർക്ക് 23 മാർക്ക് സ്കോർ, വധുവിന്റെ വീട്ടുകാർക്ക് 14 സ്കോർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഞ്ജലി. അതിനുശേഷം നമ്മുടെ ശ്രുതി മാറ്റാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അഞ്ജലിയും ശ്യാമും കൂടെ ചെല്ലുന്നുണ്ടേ. അഞ്ജലി പറയുന്നുണ്ട്, എന്ത് പെർഫോമൻസ് ആയിരുന്നു ശ്രുതി, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട് നിന്റെ ഡാൻസ്. താങ്ക് യു മാഡം എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, നിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, റിയലി അമേസിങ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അഞ്ജലിയുടെ മുന്നിൽ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ അഞ്ജലി പോകുമ്പോഴും ശ്യാം അവിടെ തന്നെ നിൽക്കുകയാണേ. അപ്പം അഞ്ജലി, എന്താ ശ്യാമേട്ടാ ഇവിടെ തന്നെ നിൽക്കുന്നത്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണേ. പിന്നെ അഞ്ജലി വിളിച്ച് പറയുന്നുണ്ട്, വീണ്ടും ശ്രുതിയുടെ തന്നെ ഒരു ഡാൻസാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ശാരികയെ നിന്നെ കാണാൻ എന്ന സോങ് ആണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ ഡാൻസ് തുടങ്ങുമ്പോൾ അശ്വിന് ദേഷ്യം പിടിക്കുക കേട്ടോ, ശ്രുതിക്ക് നല്ല മാർക്കാണല്ലോ കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ശ്രുതി നമ്മുടെ പ്രീതിയെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഒരു അടിപൊളി ഡാൻസാണ്. അതിനുശേഷം വീണ്ടും ശ്രുതിയുടെ തന്നെ ഒരു ഡാൻസാണ് കേട്ടോ. അത് നമ്മുടെ അശ്വിനെ അനുകരിച്ചുകൊണ്ട് ഒരു കുട്ടി ശ്രുതിയുമായിട്ട് കളിക്കുന്ന ഡാൻസാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. അശ്വിനെ അനുകരിച്ചുകൊണ്ടാണല്ലോ ഈ കളി എന്നുള്ള ഭാവത്തിൽ. അശ്വിനാണെങ്കിൽ ഇത് നോക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണേ. കൂടാതെ ശ്രുതി വന്നിട്ട് അശ്വിൻ്റെ ചെവിയിൽ ഒരു പാട്ട് പാടിയിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന സീനും ഉണ്ട്. അതും കൂടി ആവുമ്പോൾ നമ്മുടെ അശ്വിന് പൂർണ്ണമായിട്ടും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.